അല്ലെങ്കിൽ 8 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമ്മൾ തുംഗഭദ്ര ഡാമിലെത്തും. അതായത് നമ്മൾ ഒത്തിരി പഠിച്ചു, നമ്മൾ ഇന്നലെ വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണിത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സുർക്കി മിശ്രിതവും സ്റ്റോണും ഉപയോഗിച്ചുണ്ടാക്കിയ ഡാമാണല്ലോ ശിവോട്ട. അതെ, നമ്മൾ പഠിച്ചിട്ടും അല്ലെങ്കിൽ പേപ്പറിലൂടെയൊക്കെ വായിച്ചുള്ള അറിവ് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നത്. പഠിച്ചിട്ടുള്ള ചെറിയ അതെ അതെ. അപ്പോൾ ആ ഒരു അറിവിൽ നമുക്ക് ഇത് ഇവിടെ വരെ വന്നത് കാണാൻ സാധിക്കും. സെക്കൻഡ് ലാർജസ്റ്റ് ഡാം നമ്മൾ മുല്ലപ്പെരിയാർ. ഇതേപോലെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സുർക്കി മിശ്രിതവും സ്റ്റോണും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മുല്ലപ്പെരിയാറിലാണ്. ഇതായിരുന്നു ആ ആന അടച്ചുകൊണ്ടിരുന്ന കല്ലിൻ്റെ വാതിൽ. അതായത് മരമല്ല, ഫുള്ള് കല്ലിൽ തീർത്ത. ഇത് ആന അല്ലാതെ എന്തിനെ അടയ്ക്കാൻ സാധിക്കും? അതിൻ്റെ കുറ്റിയും കൊളുത്തുമ്പോൾ ഒരു കല്ലായിരുന്നു എന്നുള്ള സാക്ഷ എന്നൊക്കെ പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ തിരക്ക് കൂട്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്ന ഒരു മാർക്കറ്റിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ശിവോട്ടാ? അതെ, ശരിക്കും 13-ാം നൂറ്റാണ്ട് മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിലെ വെജിറ്റബിൾ മാർക്കറ്റ് എൻ്റെ വലതു ഭാഗത്തും ഇടത് ഭാഗത്ത് സ്പൈസ് മാർക്കറ്റുമായിരുന്നു ഒരു കാലത്ത്, അല്ലേ? അതെ, അങ്ങനെയാണ് അന്വേഷിച്ച് പറയാൻ നടന്നത്. എന്തായാലും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു വാണിജ്യ മേഖലയാണെന്ന് പറയാം ഇതിലെ. അതെ, നമ്മൾ എത്ര അധികം കച്ചവടങ്ങൾ, എത്ര അധികം ജനങ്ങൾ ഇവിടെ വന്ന് പോയിട്ടുണ്ടാവണം ആ കാലഘട്ടത്തിൽ. അതെ, കുറേ ഇന്ന് കാണുന്ന ഒരു പോലെ ആയിരിക്കില്ല ഇമാജിൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും. ഇപ്പോഴും നമ്മൾ എന്ത് കാണുമ്പോഴും അതിനെ ഒരു കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ ഒരു പരിധിവരെ സന്തോഷ് ജോർജ് കുളക്കര സാറിന് തന്നെയാണ് നമ്മൾ നമിക്കേണ്ടത്. തീർച്ചയായും. അദ്ദേഹം ഒരു കാര്യം പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമ്മൾ കുറേയൊക്കെ നടക്കുന്നത് വെറുതെ പോയി കണ്ടു പോരുകയല്ല ചെയ്യുന്നത്. നമ്മളും പിന്നെ ആധികാരികമായിട്ട് പറയാത്തത് വെച്ചാൽ കൃത്യമായി അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറില്ല. ഒരു കാര്യത്തെ പഠിച്ച് അതിന് ശരിക്കും അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോയിൽ പറയാറുള്ളൂ. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഇത് ആസ്വദിച്ച് ആ കാലഘട്ടം ഓർത്തിട്ട് തന്നെയാണ് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശിവേട്ടാ, നമുക്കിപ്പോഴെങ്കിലും ഇവിടെ വരാൻ സാധിച്ചല്ലോ, അതിന് ഒരു ശക്തി കിട്ടിയല്ലോ എന്നതാണ് നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നു ചേർന്നത്. അതെ, ത്തിൻ്റെ അല്ല ചരിത്ര നിർമ്മിതിയുടെ മുമ്പിലായിരുന്നു നമ്മൾ നിൽക്കുന്നതിൽ. എന്തായാലും ഇതിൻ്റെ പുറകുവശത്ത് കാണുന്നത് ഒരു കൃഷ്ണക്ഷേത്രമാണ്. വിഗ്രഹമല്ല, വിഗ്രഹം ആരാധനയില്ലാത്ത ഒരു കൃഷ്ണക്ഷേത്രം. അല്ല, വിഗ്രഹം ഇപ്പോൾ എവിടെയോ ഒരു മ്യൂസിയത്തിലാണുള്ളത്. അതെ, എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിൻ്റെ മുമ്പിലാണ് ഇത്രയും, ഇപ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലും ഉണ്ടാവും ഇങ്ങനെ. അതെ, ഇത്രയും സൈസിൽ ഇത്രയും ഓരോ ഷോപ്പുകാർക്കും ഒരു ഇടത് ഭാഗത്ത് ഈ പറഞ്ഞ പോലെ വെജിറ്റബിളും മറുഭാഗത്ത് സുഗന്ധവ്യഞ്ജനവും, ഇത്രയും വലിയ ഷോപ്പ്, ഇത്രയും കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കിയേ. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ കണ്ട സ്ഥലം ഗോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ വെജിറ്റബിളും സുഗന്ധവ്യഞ്ജനങ്ങളും വിൽക്കുന്ന ഒരു സ്ഥലം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തായാലും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത്രയും വലിയൊരു സ്പേസ് കണ്ടോ, വല്ലാത്തൊരു, ഇന്നത്തെ കാലത്ത് പോലും ഇല്ല ഇങ്ങനെ മനോഹരമായൊരു സ്ഥലം എന്ന് പറയാം. ലക്ഷ്മി നരസിംഹ ടെമ്പിളിലാണ്. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് ശിവട്ട, ഇതിൻ്റെ ചുറ്റളവിൽ തന്നെ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ, അല്ലേ? 10-12 സ്ഥലം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അല്ലേ? 22 സ്ഥലങ്ങൾ. 20 അല്ല, ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ ഒരു റൗണ്ട് അടിച്ചാൽ പോലും ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും വലിയ ഒരു സൈസാണ്. കുറേ ഭാഗങ്ങളൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയില്ല. അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. ഇതൊക്കെ വന്ന് കണ്ട ഒരുപാട് ആളുകളുണ്ടാവും. നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് പറയാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. ഇതേപോലെ തൊട്ടിപ്പുറത്ത് അതിൻ്റെ മുകളിലത്തെ പ്രത്യേകത ഇഷ്ടിക കൊണ്ടാണ്. സുർക്കി മിശ്രിതമാണ്, പക്ഷേ ഇഷ്ടികയാണ് മുകളിൽ, അല്ലേ? അതെ, ഇഷ്ടിക. പക്ഷെ അന്നത്തെ കാലത്ത് ഇഷ്ടിക ഉണ്ടായിരുന്നു എന്നുള്ളത് കൊല്ലങ്ങളായി ആലോചിക്കണം. 1300-ലും 400-ലും 1500-കളിലും ഉണ്ടായിരുന്ന സാധനമാണ്. പക്ഷെ ഇതുപോലെ കൽക്ഷേത്രങ്ങളുടെ മുകളിൽ ഇതിലൂടെ വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ടു. പക്ഷേ ഇഷ്ടിക ഇത്രയും കാലമായിട്ടൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി. ശിവലിംഗമാണ് ഉള്ളത്. ശിവലിംഗത്തിന് ചുറ്റിലും വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ബോഡി ശരിക്കും ഇതുണ്ട്. ഒരു സിംഗിൾ സ്റ്റോണാണ് സംഭവം, ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ള ഒരു സംഭവം. ജലകണ്ഠേശ്വര എന്നാണ് കണ്ടോ. മുകളിൽ ഫുൾ ഓപ്പൺ ആണ്, കല്ലിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്ര വലിപ്പമാണ്. നമുക്കിതിങ്ങനെ മൊബൈലിലൂടെ കാണുമ്പോൾ ശരിക്കും അത് മനസ്സിലാവില്ല. വെള്ളം നിർത്തിയില്ല ചുറ്റും കേട്ടോ. ചുറ്റിലും വെള്ളമുണ്ട്. ഈ വെള്ളമാണ് അങ്ങോട്ട് ഒഴുകി പോകുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നത്. എവിടുന്നോ ഒഴുകി കൊണ്ടുവന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഒഴുകുന്നുണ്ട്. ഇതിൽ ഒഴുക്കി കൊണ്ടുപോയിട്ടാണ്. അതെ. ബദവലിംഗ ടെമ്പിൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതും വെറുതെ ഗസ്റ്റ് ഹൗസിന് മുമ്പിലല്ല, ചന്ദനം പൊതിഞ്ഞ ഒരു ഗസ്റ്റ് ഹൗസിന് മുമ്പിലായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇത് പൊളിഞ്ഞ് നാമാവിശേഷമായി. കാരണം ഇവിടെ വളരെ ചൂടുള്ള, നമ്മൾ ഹംപിയിൽ തന്നെയാണ്, ഹംപിയിൽ വളരെ ചൂടുള്ള ഒരു സ്ഥലമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക്
കൂളിംഗ് കിട്ടാൻ വേണ്ടി രാജാവ് കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഈ പറയുന്ന സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിനെ കാവൽക്കാരായിട്ട് അവിടെ ഒരു കാവൽ കോട്ടനം പൊതിഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു നിർമ്മിതി, അതും ഗസ്റ്റുകൾക്ക്. ലോകത്തിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തായിരുന്നു 15ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഇതൊരു ശിവ ടെമ്പിളാണ്. ശിവ ടെമ്പിൾ സാധാരണഗതിയിൽ ടെമ്പിൾ ഒരുപാട് ഉയരത്തിലോ മലയുടെ മുകളിലൊക്കെയാണ് കൊണ്ട് സ്ഥാപിക്കാറുള്ളതെങ്കിലും ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് ഭൂമിയിൽ നിന്ന് താഴേക്കാണല്ലോ ശിവട്ട പോയിട്ടുള്ളത്. എൻ്റെ മുഖമണ്ഡപം മാത്രം ഒരു ലേശ ഹൈറ്റും ക്ഷേത്രം ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും പിന്നെയും ഒരു 1.5 അടി താഴേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 15ാം നൂറ്റാണ്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഉള്ള ഒരു ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ അന്നും പണി കഴിപ്പിച്ചിട്ടുണ്ടാവുക. അത് കാണാനുണ്ടല്ലോ നമുക്ക് ഇവിടെ, അതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ട്. അതെ, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാണ്. ഓക്കെ, ഒരു വെള്ളത്തിലാണ്, അല്ല ചുറ്റും വെള്ളത്തിൽ തന്നെയാണ് അല്ലേ. ഇവിടെ ഒരു ശിവലിംഗം കണ്ടതും വെള്ളത്തിൽ തന്നെയായിരുന്നു അല്ലേ. അതെ, ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, പഴയ അങ്ങ് വരെ വെള്ളം കേട്ടോ. അതെ, ഇവിടെ ഒരു ഇത് അരയ്ക്കുന്ന കുഴിയൊക്കെ, ഒരു കടവ് പോലെ ഉണ്ട്, ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും വെള്ളത്തിൽ തന്നെയാണ് ഉറപ്പാണ്, വെള്ളത്തിലുള്ളൊരു അമ്പലം. അതെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് താത്തിയിട്ടുണ്ടാക്കിയിട്ടുണ്ടാവുക. അതെ, നമ്മൾ റിസർവ് ബാങ്കിന് മുമ്പിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ റിസർവ് ബാങ്ക്. അതെ, അതായത് മിൻറ്റ് ഏരിയ. പിന്നെ പാലസ് ഓഫ് ഹരിഹര അവർ ഇതായിരുന്നു അല്ലേ, വീരഹരിഹര സാമ്രാജ്യത്തിൻ്റെ തുടക്കകാലത്തിലുള്ള രാജാക്കന്മാരെ കൊട്ടാരം ഒക്കെ നശിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഹൈദരാബാദ് നിസാംസ് വന്നിട്ടാണ് ഇതൊക്കെ പിടിച്ചടക്കി കത്തിച്ചു കളഞ്ഞു, ഒരുപാട് കത്തിച്ചു കളഞ്ഞു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുഭാഗം എന്ന് പറയുന്നത് ഈ മതിൽ, ഈ കാണുന്ന കോട്ടമതിൽ 2.25 കിലോമീറ്റർ, അതായത് മൊത്തത്തിൽ കോട്ട ചുറ്റിയിട്ടുള്ളത് അല്ലേ. അതെ, ഇത് ഈ ഒരു ഏരിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നിട്ട് ഇവർ പിടിച്ചടക്കി മൊത്തം തീയിട്ട് കത്തിച്ചു കളഞ്ഞു. അതെ, എല്ലാം നശിപ്പിച്ച് പൊളിഞ്ഞു പോയി. കൊട്ടാരത്തിന് വേണ്ടിയുള്ള പിടിവലി മൂലം. അതെ, പിന്നെ മെയിൻ കൊട്ടാരത്തിൻ്റെയൊക്കെ തറക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. 3 ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്, ലോട്ടസ് ടെമ്പിളും പിന്നെ കൊട്ടാരത്തിൻ്റെ കാവൽപ്പുരകളും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. രാജ്ഞി വൈകുന്നേരം ഈവനിങ്ങിൽ വരുന്ന സമയത്ത് ഇവിടെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് തണുപ്പിക്കുന്നു അല്ലേ മറ്റേ ആൾക്കാർ. ഇതാണ് രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ. ഇപ്പം ഇതും ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അരിവേപ്പിൻ്റെ ചോടം നോക്ക്, എത്ര വർഷം പഴക്കണ്ടാവും അല്ലേ. നോക്ക്, അണ്ണാനുണ്ട് കേട്ടോ. ഒരു താമരയുടെ ഷേപ്പ് മേലെ നിന്ന് നോക്കിയാൽ ഉണ്ടാവുമായിരിക്കണം, അതുകൊണ്ടായിരിക്കണം അങ്ങനത്തെ പേര്. ഇനി ഇതിൻ്റെ മുമ്പിൽ ആ പോണ്ടിൽ താമര ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഉള്ളിലേക്ക് 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നല്ല നല്ല നിർമ്മിതികളാണ്. ഇപ്പുറത്തേക്ക് ഒരു 3 ടെമ്പിൾ ഉണ്ട് ആ ഭാഗത്തേക്ക്, ആ വാച്ച് ടവറിൻ്റെ സൈഡിലേക്ക്. പിന്നെ നേരെ മുമ്പിലേക്കും ടെമ്പിൾ ഉണ്ട്. ഇത് നോക്ക്, ഇതാണ് ഇതിൻ്റെ ശരിക്കും സുർക്കി മിശ്രിതം തന്നെ ആയിരിക്കും അല്ലേ. ഇത്ര കാലങ്ങൾ പഴയ 15ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 500, 600 കൊല്ലം. നോക്ക്, കട്ടയ്ക്ക് ഇപ്പം വീഴാൻ പോലെ നിൽക്കുന്നല്ലേ. പക്ഷെ അന്ന് ഇഷ്ടിക നല്ല ഫിനിഷിങ്ങുള്ള ഇഷ്ടികയാണല്ലോ അല്ലേ. തീരെ കുറഞ്ഞു, ഓടിൻ്റെ ഒക്കെ കാണാനും. അതെ, രാജാവിൻ്റെ കാവലായിട്ട് ബന്ധപ്പെട്ട ഉയരങ്ങളിലെ അതിൻ്റെയൊക്കെ ചെറിയ കുഞ്ഞു പാറകളാണ് നോക്ക്. അതിൻ്റെ മണ്ടയിൽ പോലും വാച്ച് ടവർ പോലത്തെ സാധനം അല്ലേ. പിന്നെ താഴേക്കൊക്കെ ഇങ്ങനത്തെ കാവൽപ്പുരകളാണല്ലോ. കുറേ ദൂരത്തിലാണ്, അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല, നോക്കാം. എന്നിട്ട് നോക്ക്, എൻ്റെ കാലിൽ എന്തോ ഒരു സാധനം കുത്തിയിട്ടുണ്ട് കേട്ടോ. വലിച്ചെടുക്ക്, കാലിൽ കയറിയുണ്ട്. കാലിൽ ശരിക്കും കൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര ഭംഗിയിൽ കാണാൻ കഴിയില്ല. നമ്മളിപ്പോൾ കണ്ട പോലത്തെ ഒക്കെ ബിൽഡിങ്സ് തന്നെയാണ് കാണുക. അതിൻ്റെ മുകളിൽ അതിനേക്കാളും പൊക്കത്തുണ്ട് കേട്ടോ. പറഞ്ഞാൽ അപ്പുറം ഇവിടുന്ന് കാണില്ല, മറവിലായിട്ടാണ്. കണ്ടോ, ഇത്രയും ദൂരത്തുണ്ട്. കല്ല് ബീമുകളാണോ, പാത്തിയാണത്? അല്ല,
മരം ഒന്നും ചിന്തിക്കുന്നതിന് മുമ്പ് കല്ല് ചിന്തിച്ചു വരും അല്ലേ? മുന്നിലേക്ക് ആർച്ചിന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരിക്കും. പാത്തിയുണ്ട് അവിടെ ഇല്ല. ഇവിടുന്നായിരിക്കും. ഇതാ ആ കല്ലിന്റെ തുമ്പ് കണ്ടോ, ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു അത്ഭുതം കൂടി 1-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഏകദേശം വർഷം ഒന്ന് ചിന്തിച്ചോ. മനോഹരമായ ഒരു കല്ലിൻ്റെ ഇത് സെയിം കളർ തന്നെയാണ് കേട്ടോ കല്ലിന്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്കില്ല, നശിപ്പിക്കപ്പെട്ടതോ അതോ മിസ്സായി പോയതോ ആണ്. പക്ഷെ കല്ലിൻ്റെ കളറ് സെയിം കളർ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു സിസ് കല്ലാണ്, ഈ ടൈപ്പ് സ്റ്റോൺ അല്ല. കണ്ടോ, ഇവിടെ ഒരുപാട് ഇങ്ങനെ തകർന്ന അല്ലെങ്കിൽ പുരാതനമായിട്ട് കിട്ടിയ, പുരാവസ്ഥയായിട്ട് കിട്ടിയ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. മ്യൂസിയത്തിലാണ് ഇത്. ഇവിടെ ചാർജൊന്നുമില്ല, വന്ന് ആർക്കും കാണാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ തന്നെയാണ്. ഒരുപാട് വിഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇതിൻ്റെ ഏരിയയിൽ നിന്ന് കിട്ടിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതാ കണ്ടാലും തീരില്ല, അത്രത്തോളം ഉണ്ട്. ഇതാ പഴയ ലിപികളിൽ എഴുതിയ സ്ഥലം അല്ല, കല്ല് സ്റ്റോണുകളിൽ കണ്ടോ. ഇതൊക്കെ AD 14-16-ാം നൂറ്റാണ്ടിൽ. പക്ഷേ ഇവിടെ കണ്ടതിൽ ഏറ്റവും പഴക്കം തോന്നിയത് ഇതാട്ടോ. പക്ഷെ അത് ഫുള്ളില്ല, അതിൻ്റെ സ്റ്റോൺ തന്നെ വേറെയാണ്. ഇതൊക്കെ പൊട്ടിച്ചിട്ട് വീണ്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇതൊരു ഗണപതി വിഗ്രഹമാണ്. പക്ഷെ തലയില്ല, വയറില്ല, കൈയില്ല, തുമ്പിക്കയില്ല. എല്ലാം മിക്കതിൻ്റെയും തലകൾ ഇതൊക്കെ നടുവേ പിളർത്തിയിട്ട് അങ്ങനെയുണ്ട്. ഇത് 15-16 സെഞ്ചുറീസാണ്. പക്ഷെ കണ്ടതിൽ ഏറ്റവും 1-ാം നൂറ്റാണ്ട്, AD 1-ാം നൂറ്റാണ്ട് തന്നെയാണ് കേട്ടോ ഏറ്റവും പഴയത്. ഇത് അടുത്തൊരു ടെമ്പിളിൽ വന്നതാണ് കേട്ടോ. ഇവിടെ രാമായണ സ്റ്റോറീസാണ് ഇൻസൈഡും ഔട്ട്സൈഡും ആണ്. ഒക്കെ രാമായണ സ്റ്റോറീസാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. ഇതാ സൈഡിലൂടെ ഒക്കെ ഫുള്ള് രഥം, ആന, പണ്ടത്തെ യുദ്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുന്നത്, കുറേ സംഭവങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. എല്ലാ ചുമരിലും എല്ലാ സ്ഥലത്തും കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോണിൽ കേട്ടോ. സുർക്കി മിശ്രിതത്തിൻ്റെ അതിൻ്റെ താഴേക്ക് കരിങ്കല്ലും, ടോപ്പിൽ സുർക്കി മിശ്രിതം കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള ഫിനിഷിങ് നോക്ക് കണ്ടോ. ഇത് വേറൊരു ടൈപ്പ് സ്റ്റോൺ തന്നെ തോന്നുന്നു കേട്ടോ. ഭയങ്കര ഫിനിഷിങ്ങാ. ഓക്കെ, ശരിക്കും അതിശയം വരും കേട്ടോ, അത്രയും ഫിനിഷിങ്ങാ. അതിലാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഔട്ടറിലും ഇന്നറിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും ഒരു ടൈം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ കഴിയില്ല കേട്ടോ, അത്രത്തോളം ഉണ്ട്. ഇത് കുതിരയ്ക്ക് വെള്ളം കൊടുത്തിരുന്ന സ്ഥലമാണ്. അതായത് കുതിര ഒറ്റ കല്ല് തീർത്തതാ. എത്ര ദൂരം ഉണ്ടെന്ന് വെറുതെ നോക്കിയേ. ഇതാ 12 മീറ്റർ ഒറ്റ കല്ലിൽ തീർത്ത 12 മീറ്ററുള്ള ഒരു ഒറ്റ കല്ലുള്ള ഒരു കൊട്ടത്തളം എന്ന് തന്നെ പറയാം. ഇത് ആന വെള്ളം കുടിച്ചിരുന്ന സ്ഥലം, ആനയ്ക്ക് വെള്ളം കൊടുത്തിരുന്ന, അതായത് രാജാക്കന്മാരുടെ ആനയും കുതിരകൾക്കൊക്കെ വെള്ളം കൊടുത്തിരുന്ന ഒരു ഏരിയ. ആനയുടെ ഒരു ചെറിയൊരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട്, ഒരു കല്ലുകൊണ്ടുള്ള. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഏറ്റവും അതിശയം തോന്നിയത്. അതിനേക്കാളും ഇത് കണ്ടോ, ഇത്രയും 12 മീറ്റർ ദൂരത്തോളം ഇത്രയും സെറ്റായിട്ടുള്ള സംഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ കുറേ ഉണ്ട് കാണാൻ, ഒരിക്കലും കണ്ട് തീർക്കാൻ കഴിയില്ല. അതായത് ഡീറ്റെയിലിംഗ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തീരില്ല, അത്രത്തോളം ഉണ്ട്. നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമാണ് എടുക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് 2 ഡേയ്സൊക്കെ എന്തായാലും വരുന്ന തോന്നുന്നു. എന്നിട്ട് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. തല വെച്ച് വെട്ടിയിരുന്ന ഒരു സ്ഥലമാണ്, പണിഷ്മെൻറ്റ് കൊടുത്തിരുന്ന സ്ഥലമാണ്. ഇവിടെ നിർത്തും, ഇവിടുന്ന് കിടത്തിയിട്ട് അങ്ങനെ തല വെട്ടി ഇരുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ അതിൽ കുറഞ്ഞ ശിക്ഷകൾ എന്ന് പറയുന്നത് ഈ 2 കല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കെട്ടും, എന്നിട്ട് ചാട്ടവാറിനടിക്കും. അത് തന്നെയായിരുന്നു പണിഷ്മെൻറ്റ്. അപ്പോൾ അതും വലിയൊരു പ്ലേസിലാണ് കേട്ടോ. ആ പ്ലേസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം ചന്ദനത്തിൽ തീർത്ത ഒരു രാജകൊട്ടാരങ്ങളായിരുന്നു ഇതെല്ലാം. ഇത് ദസറ ഫെസ്റ്റിവൽ പ്ലാറ്റ്ഫോമാണ്. എല്ലാ വർഷവും ദസറയ്ക്ക് ഇവിടെ വന്നിട്ടാണ് ആളുകൾ കണ്ട ഒരുപാട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ല, ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് ഏരിയ. അങ്ങനെ വന്നിട്ട്
ആളുകൾ ഇങ്ങനെ ഓഡിയൻസ് ആയിട്ട് ഇരുന്നിരുന്ന സ്ഥലമാണത്. ഇവിടെ ഒരു വലിയ സംഭവമുണ്ട് കേട്ടോ. ഇത് ചേംബറാണ്, അണ്ടർഗ്രൗണ്ട് ചേംബർ. അണ്ടർഗ്രൗണ്ട് ചേംബർ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് രാജാവ് ഇവിടെ, രാജാവും മന്ത്രിയൊക്കെ യുദ്ധ സമയത്ത് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടോ, ചേമ്പേഴ്സാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴികൾ തിരിയില്ല, അറിയില്ല. ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ചേമ്പേഴ്സ് ഉണ്ട്. ഓരോ സ്ഥലം ഇതാ. ഇത് എന്താ വെച്ചാൽ വലിയ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് രാജാവും മന്ത്രിമാരൊക്കെ വന്ന് ഒളിച്ചിരുന്നിരുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിർത്തിയിരുന്ന പറയാം. അപ്പോൾ ഇത് രാജാവും മന്ത്രി ഇതിനുള്ളിലുള്ളത് ആർക്കും അറിയില്ല. മനസ്സിലായോ? ഒന്നും കാണുന്നുണ്ടാവില്ല, ഭയങ്കര ഇരുട്ടുണ്ട്. കേക്കെ അവിടെ നിന്ന് ആകെ വരുന്നുണ്ട്. ഇതാ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇതാ ഇത് ഭയങ്കര രസമുള്ള ഒരു സ്ഥലം കേട്ടോ. മീൻസ് നമുക്കിപ്പോൾ രസം തോന്നുമെങ്കിൽ അവർ ജീവൻ മരണത്തിലോട്ടെന്ന് പറയുന്ന പോലെ ചെയ്തിരുന്ന സ്ഥലമാണ്. പോയി തിരിഞ്ഞെത്തി നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് കൂടി തന്നെ വീണ്ടും കയറുകയാണ്. ഇവിടെ ഇങ്ങനെ ഇത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് വെള്ളം കെട്ടി നിർത്തി. അപ്പോൾ ഇതിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തടാകം പോലെ, അല്ലെ വെള്ളം കെട്ടി ഇറക്കിയ ഒരു പോണ്ട് പോലെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അടിയിൽ സുഖമായിട്ട് രാജാവ് മന്ത്രി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ആർക്കും മനസ്സിലാവില്ലായിരുന്നു ആ ഒരു കാലഘട്ടം. ദൂരത്ത് പാത്തി കാണുന്നുണ്ടോ? ആ പാത്തിയിലൂടെയാണ് കമലാപൂർ ലേക്ക് നിന്നാണ് ഈ വെള്ളം ഇവിടെ ഈ കൊട്ടാരത്തിലേക്ക് എത്തിച്ചിരുന്നത്. ഇത് കൊട്ടാരത്തിലേക്ക് എത്തിച്ചതായി ഇങ്ങനെ വന്ന് ഈ പാത്തിയിലൂടെ കൊണ്ടുവന്ന് ഇതാ ഈ പാത്തിയിലൂടെ ഇങ്ങനെ വന്ന് ഇത് നേരെ കൊണ്ടുവന്ന് ഇവിടെ ചാടിക്കും. ഇവിടെ നിന്നായിരുന്നു ദുർഗാപൂജ നടന്നിരുന്നത്. അത് 9 ദിവസം പൂജ ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുക. 9 ദിവസം കഴിഞ്ഞ് ലഞ്ച് പ്ലേറ്റ് എന്നാണ് അറിയുന്നത്. മീൻസ് ലഞ്ച് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിരുന്ന പാത്രങ്ങൾ. അതായത് അങ്ങനെ ആയിരുന്നല്ലോ അന്നത്തെ കാലത്ത്. സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലേ. ഇതിൻ്റെ സൈസ് നോക്ക്. പാത്തിയാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇവിടെ ആയിരുന്നു ഇത്, ഈ പാത്തി സിസ്റ്റത്തിൻ്റെ എൻഡ്. അവിടെ നിന്ന് വന്ന് ലാസ്റ്റ് കൊണ്ടുവന്ന് വെള്ളം ഇവിടേക്കാണ്. ആ പാത്തി സിസ്റ്റം കണ്ടോ, അതിലേക്ക് കൊണ്ടുവന്ന് വെള്ളം ചാടിച്ചിട്ട് ഇതിപ്പോൾ ഡ്രൈ ആണ്. ഇതാ ഒരു ഭയങ്കര സംഭവം തന്നെ അല്ലേ. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ പുഷ്കരണി, ഒരു വെള്ളത്തിൻ്റെ ഒരു ഭയങ്കര സെറ്റപ്പുള്ള സ്ഥലമാണ്. പുരാതനമായ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോണിൽ കർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഓരോ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഓരോ ഫെസ്റ്റിവലിന് ഇവർ ഹണ്ട് ചെയ്യും. അതുപോലെ യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇത് സാൻഡൽവുഡിലെ 18 പില്ലർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ രാജാവും റാണിയും വന്നിട്ട് ഇങ്ങനെ ഫെസ്റ്റിവൽ സമയത്ത് ഇവിടെ നിന്നിട്ടാണ് ഇങ്ങനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ശരിക്കും സാൻഡൽവുഡിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള മണ്ഡപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പം ഇത് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഇതായിരുന്നു ഫെസ്റ്റിവൽ സമയത്ത് ആളുകൾ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിൻ്റെ ഒരു ടാങ്കാണ് കേട്ടോ. ഇത്രയും വലുപ്പത്തിലാണ്. അത്രത്തോളം ആളുകൾ അവർ ഈ കാണുന്ന ഏരിയ മുഴുവനും ആളുകളെ കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥ എന്നാലോചിച്ച്. അതാണ് നേരത്തെ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ 5 ലക്ഷം പീപ്പിൾ ജീവിച്ചിരുന്നത്. അതായത് ലോകത്തിലെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ആളുകളാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും ആളുകൾ ഉൾക്കൊള്ളാനുള്ള ഏരിയ ഉണ്ടായിരുന്നു. ആനകളും ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ചരിത്രം ഫുള്ള് ഇതിൽ കൊത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത്രത്തോളം ആനകൾ സിംഹങ്ങളെ വേട്ടയാടുന്നതൊക്കെ കണ്ടോ, ഇതൊക്കെ ഭംഗിയായിട്ട് കൊത്തി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടുത്തെ മൊത്തം ചരിത്രവും ഇതിനകത്തുണ്ട്. ആനയെ കൊണ്ട് തടി പിടിപ്പിച്ചിരുന്നത്, ബിൽഡിങ്സ് ഉണ്ടാക്കിയിരുന്നത്, അതുപോലെ തന്നെ കടുവേനൊക്കെ വേട്ടയാടിയിരുന്നത്. മനുഷ്യനും ആനയും കൂടെ കൂടിയിട്ടാണ് കടുവേനൊക്കെ വേട്ടയാടിയിരുന്നത്. കണ്ട, ഇതാണ് ഈ പാലസിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ. പബ്ലിക് ബാത്ത് ഏരിയ, എല്ലാ സംഭവങ്ങളും പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെക്കാളും ഭംഗിയായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒന്നും തോന്നിട്ടില്ലെങ്കിലും ഇതൊരു എൻട്രി ഗേറ്റ് ആയിരുന്നു. ഇവിടെ ആനകൾ നിന്നിട്ടായിരുന്നു ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തിരുന്നത്. അത്രയും ഹെവി ആയിട്ടുള്ള
ഒരു 2 ഡോറുണ്ടായിരുന്ന സ്ഥലം, അതിൻ്റെ പില്ലർ ഇരുന്ന ഏരിയ മാത്രമുള്ള വലിപ്പം നോക്കി. അപ്പോൾ അങ്ങനെ ഡോറുണ്ടായിരുന്നു. അപ്പോൾ ആനയായിരുന്നു ഇത് തുറന്ന് അടച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇന്ന് അതിൻ്റെ ഒരു അവശേഷിപ്പ് പോലും ആകെ 2 പില്ലർ മാത്രമാണുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഒരു എൻട്രി ഗേറ്റ്. കണ്ടോ, ഇത്രയും സൈസ് ഉണ്ടായിരുന്നു. അവിടെ ആന അടയ്ക്കുന്ന ഗേറ്റ് എന്ന് നമ്മൾ പറഞ്ഞതല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് പൊട്ടിച്ചിട്ട് പുറത്ത് എവിടെ ഇട്ടപ്പോൾ അവർ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പം ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതായിരുന്നു ആ ആന അടച്ചുകൊണ്ടിരുന്ന കല്ലിൻ്റെ വാതിൽ. അതായത് മരമല്ല, ഫുള്ള് കല്ലിൽ തീർത്ത. ഇത് ആന അല്ലാതെ എന്തിനെ അടയ്ക്കാൻ സാധിക്കും? അതിൻ്റെ കുറ്റിയും കൊളുത്തും പോലും കല്ലായിരുന്നു എന്നുള്ള സാക്ഷ എന്നൊക്കെ പറയുന്ന സംഭവം. ഇത് കണ്ടോ, ഇതിൻ്റെ സൈസ് നോക്ക്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഡോറ് ഇങ്ങനെയായിരുന്നു, ഡോറുണ്ടായിരുന്നു, കുറ്റി ഇങ്ങനെയായിരുന്നു. എന്തായാലും ചിന്തിക്കാൻ പോലും കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സംഭവം കേട്ടോ അത്. ഇപ്പോൾ എല്ലാം നശിപ്പിച്ചപ്പോൾ പുറത്ത് കൊണ്ടുപോയി സംരക്ഷിച്ച് വരികയാണ്. അത് തന്നെ കുറേ പൊട്ടിച്ചിട്ടുണ്ട്, ഇത് പൊട്ടിയിട്ടില്ല. ഇതാണ് റാണീൻ്റെ സ്വിമ്മിങ് പൂൾ കേട്ടോ. അതായത് ഡെയിലി ഫ്രഷ് വാട്ടർ നിറച്ച് ആ വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് വീണ്ടും അടുത്ത ദിവസം വീണ്ടും റിവറിനുള്ള വെള്ളത്തിലേക്ക് ഇവിടെ അവർ 30 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് വെള്ളം ഇവിടെ എത്തിച്ചിരുന്നത്, തുംഗഭദ്ര അണക്കെട്ടിൽ നിന്ന്. അപ്പോൾ ഈ രാജാവിൻ്റെ ഒരു മൊത്തത്തിലൊരു സെറ്റപ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ കാലത്ത് 14-ാം നൂറ്റാണ്ടിൽ 13, 14, 15 അഗ്നിയുടെ നമ്മുടെ സ്വിമ്മിംഗ് പൂളാണിത്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പോലെയല്ല, എല്ലാ ദിവസവും നിറയ്ക്കുകയും എല്ലാ ദിവസവും വെള്ളം ഒഴിവാക്കുകയും ചെയ്യുന്നത്. ഏകദേശം 30 കിലോമീറ്റർ ദൂരമുള്ള തുംഗഭദ്ര ഡാമിൽ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവന്നത് ഈ പാത്തിയിലൂടെ ചാടിച്ച്. നമ്മളെ വീഡിയോയിലെ ക്ഷേത്രത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പാത്തിയിൽ വെള്ളം കൊണ്ടുവന്നില്ലേ, അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇവിടെയും വെള്ളം കൊണ്ടുവന്ന് ചാടിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു അത്യാഡംബരമായ ഒരു സ്വിമ്മിംഗ് പൂള് തന്നെയായിരുന്നു ഇത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ, അന്നത്തെ അല്ല ഇന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും മനോഹരങ്ങളായ കാഴ്ചകളാണ്. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ വന്ന് കാണുമ്പോൾ, നമ്മൾ ശരിക്കും വന്ന് കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, ശരിക്കും നമ്മൾ അന്നത്തെ ഒരു കാലഘട്ടം കൂടി നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് കാണാൻ. കാരണം ഒരു 600-700 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എന്തൊരു മനോഹരമായ ഒരു സംഭവമായിരിക്കും. ഇന്ന് പോലും ഇന്നത്തെ ഇത്രയും മിഷനറീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? എന്തായാലും കുറേയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാൻ തുടങ്ങി. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, 80s കിഡ്സിനൊക്കെ ഇനി അധിക കാലമില്ല നടക്കാൻ പറ്റുന്ന കാലം. അപ്പോൾ ആ കാലം ഇതൊക്കെ വന്ന് കാണാൻ കഴിയുന്നവരൊക്കെ എന്തായാലും ആ ഒരു സ്ഥലത്ത് കൂടെ ആയിരുന്നു ഷവർ പോലെ വന്ന് ചാടിച്ച് വെള്ളം ചാടിച്ച്. ഇത് ഒരു ഔട്ടർ, 2 ഔട്ടറാണ് വെള്ളം പുറത്തേക്ക് കളയാനുള്ള 2 സ്ഥലങ്ങൾ. ആ 2 സ്ഥലങ്ങളും ഇങ്ങനെ ഡ്രൈൻ ചെയ്ത് കളഞ്ഞ് വീണ്ടും പിറ്റേ ദിവസം നിറച്ച് ആ രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ ശരിക്കും ഈ ഒരു വലിപ്പം നമുക്ക് ചാടി അവിടേക്ക് എത്താൻ പറ്റാത്ത അത്രയും വലിപ്പത്തിൽ ചുറ്റിലും വെള്ളമാണ്. അതായത് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ആർക്കും പെട്ടെന്നൊന്നും എത്താൻ പറ്റാത്തൊരു സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹംപിയിൽ വിജയനഗര ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ ആദ്യമായിട്ട് പുറമേ നിന്ന് വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് വരുന്നവർക്കും കൂടി ടോള് ഗേറ്റ്, ആദ്യമായിട്ട് ടോള് വാങ്ങിച്ചത് ഈ ഗേറ്റിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു ടോൾ ഗേറ്റാണിത്. അപ്പോൾ വിറ്റാല ടെമ്പിളിലേക്ക് പോകാൻ 30 രൂപ ടിക്കറ്റ് എടുക്കണം. 30 രൂപ ടിക്കറ്റ് എടുത്താൽ ബാറ്ററി കാറിൽ പോകാൻ പറ്റും. ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ. ശുഭേട്ടാ, നമ്മൾ വന്ന് ശ്രീ വിജയ വിത്താല ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വിചാരിക്കണ്ടോ ഈ വിജയ വിത്താല ടെമ്പിളിൽ വന്നിട്ട് എന്തുകൊണ്ട് ഇവരിതിൻ്റെ കാര്യമായ കാര്യം പറയുന്നില്ല എന്നുള്ളത്. അതായത് ഈ സംഭവമില്ലേ, ഈ സംഭവം വെറുതെ ഇങ്ങോട്ട്, ശുഭേട്ട ഒന്ന് അങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഈ കാണുന്നതാണ് ആ സംഭവം. ഇതാ ശരിക്കും നോക്കിക്കോ, കാണുന്നില്ലേ? യെസ്. അപ്പോൾ ശരിക്കും ഇത് കാണാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹംപിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ നോട്ടിൽ കാണുന്നത് ഒരു സൈഡ് വ്യൂ ആണ്. അതെ, ഭാഗത്ത് ഇങ്ങനെ. ഇത് ആദ്യം ഈ സംഭവം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആളുകൾ വല്ലാതെ വരാൻ തുടങ്ങി. ഇങ്ങനെ വന്ന് ഭയങ്കര അടുത്ത് വന്നാണ്. അതെ, ഈ രഥത്തിന്റെ കല്ല് ഏത് കണ്ടോ, അതിന്റെ ആണി പോലും കല്ലാണ്. അതെ അതെ, പൂർണ്ണമായിട്ടും ഒരു സാധനം പോലും എക്സ്ട്രാ ഇല്ല എന്നുള്ള ഫുൾ കരിങ്കല്ലാണ്. വീല്, അതിരിക്കുന്ന പീഠം, അതിൻ്റെ ചക്രം വെച്ചിരിക്കുന്ന ആ ഉരുളെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഉരുളാന്ന് അറിയില്ല. പക്ഷെ എന്തായാലും സംഭവം മൊത്തത്തിൽ അങ്ങനെയാണ്. അല്ല, അടി തട്ടിയിട്ടില്ല. അടി ടച്ചില്ലാതെ നിൽക്കുന്ന കണ്ട രഥേ, രഥത്തിന്റെ അടി ടച്ച് ചെയ്തിട്ടില്ല, വീലിൽ തന്നെയുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അതെ ഈ രഥം തന്നെയാണ്.
ഈ രഥത്തിന്റെ കൽരഥവും കയറാനുള്ള പടികളടക്കം എല്ലാം ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ ഇപ്പൊ ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും സ്റ്റോണിന്റെ രഥമാണ് ഫേമസ്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഭംഗി, അതും ഭംഗിയില്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. പക്ഷെ ഇതിൽ ഒരുപാട് ചരിത്രങ്ങളിൽ കൊത്തി വെച്ചിരിക്കുന്നതാണ്ടോ, ഒരുപാട് ഡാൻസിന്റെ ഒക്കെ ഒരു കണ്ടോ, പല സ്റ്റെപ്സുകളാണ് കൊത്തി വെച്ചിട്ടുള്ളത്. ഓരോ ഭാഗത്തും ഓരോരോ വ്യത്യസ്തമായ സംഭവങ്ങളാണ് കൊത്തി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായ ഇതൊക്കെ ഇത്രയും ഈ കല്ലുകൾ കുറിച്ചിട്ടുള്ള ഇതെനിക്ക് തോന്നുന്നു ഈ പ്രധാനപ്പെട്ട അമ്പലമായതുകൊണ്ട് കച്ചവടക്കാർ വരികയും കച്ചവടം തന്നെയായിരുന്നു. അവർ നമ്മൾ അവർ ചെങ്ങി പറയുന്നുണ്ട്. ഒരു ഭാഗത്താണ് ചിന്തിക്കരുത്, രണ്ട് ഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു വ്യാപാരം കൂടെ നടന്നിട്ടുണ്ട്. ഇത് ഹംപി ഫുള്ളാ. ഇതിൽ പക്ഷെ കുറെ വാട്ടർഫോൾ ഇത് കാണുന്നുണ്ടല്ലോ, നമുക്കിപ്പോൾ കാണുന്നു. തുംഗഭദ്ര അല്ലേ? ശരിക്കും ആകെ ഒരു നദി തന്നെ ഉള്ളൂ അല്ലേ മര്യാദയ്ക്ക് ഇത്ര സ്ഥലത്ത്? അവിടെ അല്ലേ നമ്മൾ പോയ സ്ഥലം അല്ലേ? ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. എല്ലാം സ്റ്റോൺ വെച്ചുണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഭംഗിയായി അടിച്ചിട്ടുറച്ച്. പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ മുഴുവനും നമ്മൾ മ്യൂസിയം, നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ സംഭവങ്ങളുടെ അല്ലേ, ചെറിയ വിഗ്രഹങ്ങളുടെ. പക്ഷേ ഇതും ഈ പറഞ്ഞ പോലെ കുറച്ച് വലിയ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് ഇത് എടുക്കാം കേട്ടോ. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ലാണ് നമ്മൾ എടുക്കാത്തത്. അപ്പോൾ ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ, കാണേണ്ട ഒരു കാഴ്ച. പെട്ടെന്ന് മുഴുവനും കണ്ടു തീർത്തൊന്നും ഒരിക്കലും ഒരു വീഡിയോ ചെയ്യാൻ കഴിയില്ല അല്ലേ ശിവേട്ടാ? മുഴുവൻ കാണിക്കാനും കഴിയില്ല, ബോറടിക്കും. അത്രയുണ്ട്. വന്ന് കാണാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഈ മ്യൂസിയം എങ്കിലും ഒന്ന് വന്ന് കാണണം. അപ്പം നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യൻ്റെ പൈതൃകം എന്നൊക്കെ കുറേ മനസ്സിലാവും. അതെ, എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് കുറേ മനസ്സിലാവും അല്ലേ? അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഹംപിയിലെ MLA ഹോമാണ് കേട്ടോ. തുംഗഭദ്ര ഡാമിലേക്ക് പോകാൻ നമ്മൾ കയറുന്ന സ്ഥലത്ത് നിന്ന് 10 രൂപ ടിക്കറ്റ് എടുക്കണം. എൻട്രി ടിക്കറ്റ് 10 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. 30 രൂപ ടിക്കറ്റാണ്. ഡാമിൻ്റെ ആ സൈഡ് 6-7 കിലോമീറ്റർ ഉണ്ട്. 40-60 അപ്പോൾ നമ്മൾ തുംഗഭദ്ര ഡാം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അല്ലേ? ശരിക്കും നമ്മൾ പുറത്തുള്ള പരവതാനി പോലത്തെ എന്താ പറയുക, അതുപോലെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഹംപിയിൽ ഹോസ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹംപിയിലൊക്കെ നമ്മൾ ട്രെയിൻ വന്നിറങ്ങുന്ന സ്ഥലമാണ് ഹോസ്പേട്ട്. അവിടുന്ന് ഒരു 7 കിലോമീറ്ററോളം അല്ലെങ്കിൽ 8 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞാൽ നമ്മൾ തുംഗഭദ്ര ഡാമിലെത്തും. അതായത് നമ്മൾ ഒത്തിരി പഠിച്ചു, നമ്മൾ ഇന്നലെ വീഡിയോയിൽ കുറച്ച് ഭാഗത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണിത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സുർക്കി മിശ്രിതവും സ്റ്റോണും ഉപയോഗിച്ചുണ്ടാക്കിയ ഡാമാണല്ലേ ശിവോട്ട? അതെ. അതുപോലെ തന്നെ എത്രയോ ഹെക്ടർ, 2.5 ലക്ഷം ഹെക്ടർ സ്ഥലത്തെ കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം ഇത് ഉപയോഗിക്കുന്നത്. അത് കർണാടകയിൽ മാത്രമല്ല, ആന്ധ്രാപ്രദേശിലേക്കും ജലം ഇവിടുന്ന് സപ്ലൈ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ഇത് കൂടാതെ 1953 ഇത് വർക്ക് ഫിനിഷ് ചെയ്തത് അല്ലേ? ഈ കാണുന്ന പച്ചപ്പ് മുഴുവൻ ഈ ഡാമിന്റെ വെള്ളമാണ്. നമ്മൾ ഈ സൈഡിലേക്ക് കാണുന്ന കൃഷിഭൂമികളെല്ലാം അതെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ഇതിന്റെ കനാലുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതെ, ഇവിടുന്നാണ് എത്രയധികം കനാലുകൾ പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാം. അതെ, അതിന് മാത്രം സ്ഥലത്ത് കൃഷി, എന്തൊരു പച്ചപ്പാന്ന് നോക്കിയാൽ എല്ലാം കൃഷിയാണ്. അതെ, അത് ഇവിടുന്നൊക്കെ തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ട ഇവിടുന്ന് ഒരു 10-28-30 കിലോമീറ്റർ ദൂരത്തേക്ക് കനാലിലൂടെ വെള്ളം കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ അതൊക്കെ വലിയൊരു അതിശയമാണ്. അതായത് ഈ 1953 ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ തുടങ്ങിയത് കംപ്ലീറ്റ് ചെയ്തു. 1953 ആണെങ്കിൽ അതിൻ്റെ ഒരു ദീർഘവീക്ഷണോ പിന്നെ എല്ലാം ഇന്നും, അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ഇപ്പോഴും ഇതേപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേ
അത് വലിയ അത്ഭുതമാണ്. മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടും അല്ലെങ്കിൽ പേപ്പറിലൂടെയൊക്കെ വായിച്ചുള്ള അറിവ് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നത്. പഠിച്ചിട്ടുള്ള ചെറിയ അതെ അതെ. അപ്പോൾ ആ ഒരു അറിവിൽ നമുക്ക് ഇത് ഇവിടെ വരെ വന്നത് കാണാൻ സാധിക്കും. സെക്കൻഡ് ലാർജസ്റ്റ് ഡാം നമ്മൾ മുല്ലപ്പെരിയാർ. ഇതേപോലെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സുർക്കി മിശ്രിതവും സ്റ്റോണും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മുല്ലപ്പെരിയാറിലാണ്. ആ ചെയ്ത ആളുടെ വിഷൻ എന്തായിരിക്കും അല്ലേ? നല്ല എഞ്ചിനീയറിംഗ് ആണ്, നല്ല മെയിൻ്റെനിങ് ആണ്. അത് 2.5 ലക്ഷം ഹെക്ടർ സ്ഥലത്തിനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. മാത്രമല്ല 2 സംസ്ഥാനങ്ങൾ സുഖമായിട്ട് ജലം ഉപയോഗിക്കുന്നുണ്ട്. 2-3 കാര്യങ്ങളാണ്. ഒന്ന് പിന്നെ കറണ്ട് ഉണ്ടാക്കുന്നു, പിന്നെ ഇത്രയും സ്ഥലത്ത് കൃഷി നടക്കുന്നു, വെള്ളപ്പൊക്കത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. അതെ. അപ്പോൾ എല്ലാം ഇതിൽ നടക്കുന്നുണ്ട്. ഒരു 2-3 ഒരു 10ഓളം കാര്യങ്ങളാണ് ഏകദേശം ഒരൊറ്റ ഈ ഒരു ഡാം കൊണ്ട്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, തമിഴ്നാടും കർണാടകയും വെള്ളം മാനേജ് ചെയ്യുന്നത് പോലെ നമ്മൾ വേറെ എവിടെയും ഇത്രയും ഒരു തുള്ളി വെള്ളം അവർ വേസ്റ്റ്. അവർക്ക് വെള്ളം അധികം 44 നദിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെ അവർക്കുള്ള വെള്ളത്തിന് നല്ല വിലയാണ്. അതെ, നമുക്കത് എന്തും ഇല്ലാതാവുമ്പോഴാണല്ലോ അതിന് പ്രാധാന്യം കൂടുക. അപ്പോൾ നമുക്ക് ഇഷ്ടമാതിരി വെള്ളമുണ്ട്, പക്ഷെ നമ്മളത് മാനേജ് ചെയ്യാൻ അറിയില്ല. നമ്മൾ ഒന്നിലും ഒരുമിച്ച് തുറക്കും, അതിൽ ഒരുമിച്ച് അടയ്ക്കും, സംരക്ഷിക്കുന്നില്ല എന്നുള്ള ശരിക്കും അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെ, ഇതിപ്പോൾ ആന്ധ്രാപ്രദേശിന് വരെ ഇവർ വെള്ളം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും നേരിൽ കാണാൻ പറ്റി എന്നുള്ളത് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയൊരു. ഇത്രയും വെള്ളം കൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാറ്റാടികൾ ഇവിടെ വളരെ സജീവമായിട്ട് നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അതെ, അത് അവർ മനോഹരമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്നത് നമ്മുടെ ബസ്സിലാണ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അല്ലേ ഒക്കെ ഒന്ന് അറിയിക്കട്ടെ കമന്റിലൂടെ വിവരിക്കുക. നമ്മളെവിടെ ഉള്ളത്? നമ്മളിപ്പോൾ ഹോസ്പേട്ട് പുനീത് രാജ്കുമാർ സ്റ്റേഡിയത്തിലാണുള്ളത്. അവിടുത്തെ ഒരു വലിയൊരു ഫ്ലാഗ് പോസ്റ്റ്, ഇന്ത്യയിലെ വലുതാന്നൊക്കെ പറയുന്നത് 405 അടി ഹൈറ്റ്. അതെ, പക്ഷെ നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ കർണാടകയിലെ ഏറ്റവും വലുത് തന്നെ ആയിരിക്കും അല്ലേ? വാഗാ ബോർഡറിലുള്ളതാണ്, പഞ്ചാബിലാണ് വലുതെന്നുള്ളതാണ് നമ്മുടെ അറിവ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായും കമന്റിലൂടെ അറിയിക്കട്ടെ. എന്തായാലും ഒരു 15 ഏക്കറിൽ കുറയാത്ത ഒരു സ്ഥലത്തുള്ള ഒരു സ്റ്റേഡിയം തന്നെയാണ് അല്ലേ? കുട്ടികൾ കളിക്കുന്നുണ്ട്, കാണുമ്പോൾ സന്തോഷം. അതായത് എത്രത്തോളം കുട്ടികളാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 50ഓളം ടീമുകൾ തന്നെ പല സ്ഥലങ്ങളിൽ 50ഓളം ടീമുകൾ. ഇത് കണ്ട 50ഒന്നും അല്ല, നീ അത്രയുണ്ട്, നല്ല വലിപ്പമുണ്ട്. അത്രത്തോളം ആളുകൾ കളിക്കാനുണ്ട്. ഇങ്ങനെ കളിക്കാൻ ആളുകൾ ഉള്ളപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം, സന്തോഷം അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇനി എത്ര വലുതാണേലും ചെറുതാണേലും അതെ, വലിയൊരു സംഭവം തന്നെയാണ്. അതെ, ഇപ്പോൾ യാത്ര അവസാനിക്കുന്നു, നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ നമ്മളെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ട് നടന്നത് 2 ദിവസം നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ ഗംഗാധറാണ്. അപ്പോൾ നമ്മൾ ഗംഗാധറിനെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടെന്ന് തോന്നി. കാരണം പ്രൊമോഷൻ ആരും കരുതരുത് കേട്ടോ, നമുക്ക് ഇതിനൊന്നും പ്രൊമോഷൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല, നമ്മളിവിടെ ഹംപിയിലേക്ക് വരുന്ന ആൾക്കാർക്ക്, നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഗംഗാധറിനെ ബന്ധപ്പെട്ടാൽ ഒരു മാന്യമായ പൈസയ്ക്ക് പുള്ളി എല്ലാ സ്ഥലത്തേക്കും കൊണ്ട് കാണിക്കും. ഭക്ഷണമാണെങ്കിലും പിന്നെ ഭാഷയിൽ ഇംഗ്ലീഷ് ഇത് പുള്ളിക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നു. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ നമുക്ക് സൗകര്യമായിട്ട് തോന്നി. അതെ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റൂം സെറ്റ് ചെയ്ത് തരാൻ, ലോഡ്ജിൽ റൂം എടുത്ത് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് എല്ലായിടത്തേക്കും ഗംഗാധർ തന്നെയാണ്. ഇപ്പൊ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലം പോലും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ. അതെ, അപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം, ഈ വീഡിയോയിൽ കയറ്റണം. അപ്പോൾ ഗംഗാധറിന്റെ ഓട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഗംഗാധറിന്റെ നമ്പർ വേണമെങ്കിൽ ഇതാ, ഇവിടെ ഗംഗാധരൻ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗംഗാധർ ബൈ. നമ്മളൊരു 6:30 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ. അതെ, നമുക്ക് പക്ഷേ ട്രെയിൻ എന്ന് പറയുന്നത് 9:10 അപ്പോൾ അത്രയും ടൈമുണ്ട്. നമ്മൾ ടൗണിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ടൗണിലൂടെയൊക്കെ പോയി, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ആ സ്ഥലം ആ ടൗണിൽ നിന്ന് കാണുന്നൊരു ചടങ്ങുണ്ടല്ലോ. അതെ, അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കർണാടക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, ചില സമയങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട് പലതും അല്ലേ. പിന്നെ ഒരു പ്രത്യേകതയും കൂടി തോന്നി, 90% ആളുകൾക്ക് അറിയുന്നതാണ് AC ലോഞ്ചിൻ്റെ കാര്യം. അതെ, 20 രൂപ കൊടുത്താൽ ഒരു മണിക്കൂർ നേരം നമുക്ക് AC-യിൽ ഇരിക്കാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ട് ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ, തിരക്കും പൊടിയും പ്ലാറ്റ്ഫോമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. അപ്പോൾ അറിയാത്തവർക്ക് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം കിട്ടിയാൽ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്കൊരു ഉപകാരം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല സംഭവമായിട്ട് ഫീൽ ചെയ്തു. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്,
എല്ലാ സംവിധാനങ്ങളും അല്ലേ? എല്ലാം അപ്പോൾ നല്ല വൃത്തിയുള്ള സംഭവമാണ്. അപ്പോൾ അറിയാത്തവരിൽ ഇവിടെ തന്നെ നമുക്ക് നമ്മളെ ലഗേജ് വേണേൽ വെച്ചിട്ട് നമ്മൾ ടൗണിലേക്ക് പോയപ്പോൾ നമ്മൾ ബാഗൊക്കെ ഇവിടെ തന്നെ. അതെ, നമ്മൾ ഒരു വണ്ടി കൊണ്ടല്ല വന്ന് ട്രെയിനിനായത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു 20 രൂപയ്ക്ക് 6 മണിക്കൂർ 6 മണിക്കൂർ നമുക്ക് ലഗേജ് വെക്കാം. വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെ. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്. അപ്പോൾ അറിയാത്തവരിലേക്കായിട്ട് ഒരു ചെറിയ അറിവ്, അറിയുന്നവർ വിട്ടേക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹോൾ.